ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു ഉഴുന്നുവടയാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അടിപൊളി ടേസ്റ്റ് നല്ല റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രീതിയിലുള്ള ഉഴുന്നുവടയാണ്. നമുക്ക് അതിലേക്ക് ചട്ടിനി ഉണ്ട്, ക്യാരറ്റ് കൊണ്ടുള്ള ചട്ടിനി. ആദ്യം നമുക്ക് 2 മണിക്കൂറോളം ഉഴുന്ന് പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കാം. 2 മണിക്കൂർ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ക്രിസ്പ് ഉണ്ടാവില്ല. കുറേ വെള്ളത്തിലിട്ട് കിടന്നാൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത് തരിയോട് കൂടിയിട്ടുള്ള അരവ് അരക്കണം കേട്ടോ. അരച്ചതിന് ശേഷം നന്നായിട്ട് അരിയും വേണം, എന്നാൽ കുറച്ച് തരി വേണേനും. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക, അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ അത് നന്നായിട്ടൊന്ന് മാവ് കുഴച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് റവ, ഒറ്റ സ്പൂണ് റവ മതി. ആ റവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നതിന് ശേഷം പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, കരിവേപ്പില ഇതൊക്കെ നന്നായിട്ട് പൊടിയാക്കി മുറിച്ചതിന് ശേഷം അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ഒരു 4-5 ഇത് കുരുമുളക് അതും ഇട്ടെടുത്തിട്ട് നന്നായിട്ട് അടിക്കുക. കുരുമുളക് ഇട്ട് കൊടുക്കണം. കുരുമുളക് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുരുമുളക് ഇടാന്നതിന് ശേഷം പിന്നെ എണ്ണ ചൂടായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ നമുക്ക് മാവ് ഇങ്ങനെ ഓട്ടാക്കിയിട്ട് ഇങ്ങനെ ഇട്ടെടുക്കുക. നല്ല രസം, നല്ല ക്രിസ്പുണ്ട്, എല്ലാം പൊന്തി വന്നിരുന്നു. ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്സ് ഒക്കെ അറിയിക്കുക. പിന്നെ ഫോളോ ചെയ്യാനും മറക്കില്ല കേട്ടോ. പിന്നെ നല്ല രസമുണ്ട്. ഈ ചട്ടിനി നല്ല രസമുണ്ട്. ക്യാരറ്റ് കൂട്ടിയിട്ട് ക്യാരറ്റും ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് വെളുത്തുള്ളി 2-3 വെളുത്തുള്ളി, പിന്നെ കാശ്മീരി ചില്ലി മുളക് ഉണ്ടല്ലോ, അത് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വാട്ടിയെടുക്കുക. ഒരു ക്യാരറ്റും മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നന്നായി മുറിച്ച് ഒരു സവാള എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. തക്കാളിൻ്റെ അരക്കഷ്ണം തക്കാളി മുറിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഒത്തിരി ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം വാട്ടിയെടുത്ത ശേഷം പിന്നെ അത് നമ്മൾ മിക്സിയിലേക്ക് ചൂടാറിയ ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 സ്പൂണ് ഇത് സുർക്ക ഒഴിച്ചേക്കണം കേട്ടോ. സുർക്ക ഒഴിക്കാൻ മറക്കരുത്. 2 സ്പൂൺ സുർക്ക ഒഴിക്കണം. ഇതിൽ ഡിലീറ്റായി പോയിക്കണം. പിന്നെ സുർക്ക ഒഴിച്ചിട്ട് നന്നായിട്ട് ഉപ്പിട്ടിട്ട് ഉപ്പൊക്കെ പാകമുണ്ടോ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല രസമുള്ളൊരു ചട്ടിനിയാണ് ഈ ക്യാരറ്റ് ചട്ടിനി. ഉണ്ടാക്കി വെക്കണ്ടേ. എന്നിട്ട് പിന്നെ ഇതിനൊന്നും പരിപാടിയൊന്നുമില്ല. പിന്നെ നമുക്ക് കഴിച്ചാൽ മതി. അതിൽ നല്ല ചായയും വൈകുന്നേരത്തിനൊക്കെ നല്ല രസമുള്ള നല്ല ക്രിസ്പുള്ളൊരു ചൂട് കൊടുക്ക തിന്നണം. നല്ല ക്രിസ്പുള്ളൊരു ഇതായിരുന്നു. അതിലേക്കാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കണം. റവ ഒരു സ്പൂണിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്.